സിജെപി സമരത്തിലെ ഉറപ്പുകൾ എഴുതി നൽകാതെ കേന്ദ്ര സർക്കാർ കേസുകൾ പിൻവലിക്കുന്നതടക്കമുള്ള ധാരണകൾ എഴുതി നൽകാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. എഫ്ഐആറുകൾ പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിനെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നറിയിപ്പ്. പ്രതിഷേധക്കാർക്കെതിരെ കേസുകൾ തുടരാമെന്ന സുപ്രീം കോടതി ഉത്തരവ് സ്വീകാര്യമല്ല എന്നും സിജെപി പ്രതികരിച്ചു. അതിനിടെ എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിന്റെ അറസ്റ്റ് നീക്കത്തിൽ ഇന്ന് കൂടുതൽ പ്രതിഷേധമുണ്ടാകും. അറസ്റ്റ് ചെയ്യാൻ വീണ്ടും ദില്ലി പോലീസ് എത്തുമെന്ന സൂചനകൾക്കിടെ ഐഷിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ ഈ സിജെപിക്ക് നൽകിയ ഉറപ്പുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ യു ടേൺ അടിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഉറപ്പുകൾ പാലിക്കാത്തതിനുള്ള സമയം ഇന്നലെ തന്നെ അവസാനിച്ചു? അപ്പോൾ ഈ പ്രതിഷേധം ഇനി തുടരാനുള്ള സാധ്യതയാണോ സിജെപിയുടെ മുന്നിലുള്ളത്? ഒപ്പം ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയതടക്കം ഉന്നയിച്ച് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണോ സിജെപി? ഉറപ്പായും വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് സിജെപി ഇപ്പോൾ നൽകുന്നത്. ഇന്നലെയായിരുന്നു സമയപരിധി നിശ്ചയിച്ചിരുന്നത്. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഈ ഉറപ്പുകൾ രേഖാമൂലം തരാം എന്നുള്ളതായിരുന്നു സമവായ ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദയും ജിതേന്ദ്ര സിംഗും സിജെപി വക്താക്കളോട് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി വരെ ഇത് സംബന്ധിച്ച് ഒരു രേഖാമൂലമുള്ള ഉറപ്പും സിജെപിക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് സിജെപി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, എഫ്ഐആറുകൾ പലയിടത്തും രജിസ്റ്റർ ചെയ്ത് പിൻവലിക്കാൻ ബിജെപി സർക്കാരുകൾ തയ്യാറായിട്ടില്ല. തയ്യാറായിടത്ത് തന്നെ ഇപ്പോൾ നിലപാട് മാറുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള കേസ് പരിഗണിക്കുമ്പോഴാണ് സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ തുടരാൻ സാഹചര്യമുണ്ട് എന്ന ഒരു പരാമർശം നടത്തിയത്. അതിന്റെ ചുവട് പിടിച്ച് ചില ബിജെപി സംസ്ഥാനങ്ങൾ സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാതിരിക്കാൻ ചില നീക്കം നടത്തുന്നുണ്ട് എന്നുകൂടി സിജെപി ആരോപിക്കുന്നുണ്ട്. ഏതായാലും കേസുകൾ പിൻവലിക്കാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നുവെന്ന് ആരോപിച്ചാണ് വീണ്ടും മുന്നറിയിപ്പുമായി സിജെപി രംഗത്തെത്തുന്നത്. ഇതിനൊപ്പം തന്നെ ഐഷി ഘോഷിന്റെ കാര്യത്തിൽ ഐഷി ഘോഷിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നേരത്തെ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ദേശീയ ആസ്ഥാനമായ AKG ഭവനിലുണ്ടായിരുന്ന ഐഷി ഘോഷിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പോലീസ് വീണ്ടും എത്തുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമാക്കാനുള്ള ആലോചനയും CPMന്റെ ഭാഗത്ത് നിന്നുണ്ട്. കീർത്തന, അതാണ് എന്തായാലും കേന്ദ്രം നൽകിയ ഉറപ്പുകൾ അത് പാലിക്കുന്നില്ല. പ്രതിഷേധം അല്ലെങ്കിൽ സമരം ഒരു മുന്നറിയിപ്പ് സിജെപി തന്നിട്ടുണ്ട്. എന്തായിരിക്കും തുടർ നീക്കങ്ങളെന്ന് വരും ദിവസങ്ങളിൽ കാണാം. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.